അച്ഛനും ചേട്ടനും ശേഷമായിരുന്നു ധ്യാൻ ശ്രീനിവാസ് സിനിമയിലെത്തുന്നത്. കുട്ടിക്കാലം മുതലേ സിനിമ ധ്യാൻ മനസ്സിലേറ്റിയിരുന്നു. ആരാവണമെന്ന ചോദ്യത്തിന് അഭിനേതാവ് എന്നായിരുന്നു മറുപടി. എഞ്ചിനീയറിംഗ് പഠനശേഷമായിരുന്നു സിനിമയിലേക്കുള്ള ധ്യാനിൻ്റെ വരവ്. ധ്യാൻ ചെയ്ത ഷോർട്ട് ഫിലിം കണ്ട ശേഷം വിനീതായിരുന്നു അനിയനെ വെച്ച് സിനിമയൊരുക്കിയത്. ശോഭനയ്ക്കൊപ്പമായിരുന്നു ധ്യാനിൻ്റെ അരങ്ങേറ്റം. തിര എന്ന ചിത്രത്തിന് ശേഷമായി നിരവധി അവസരങ്ങളായിരുന്നു താരത്തിന് ലഭിച്ചത്. അഭിനയം മാത്രമല്ല, സംവിധാനവും എഴുത്തും പ്രൊഡക്ഷനുമെല്ലാം തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു. സിനിമകളിലേക്കാൾ കൂടുതൽ ധ്യാനിൻ്റെ അഭിമുഖങ്ങളാണ് പ്രേക്ഷകർക്ക് താൽപര്യം. ജീവിതാനുഭവങ്ങളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുമൊക്കെ തമാശയോടെയാണ് ധ്യാൻ പറയാറുള്ളത്. എപ്പോഴും ചിരികളി തമാശയൊക്കെ പറഞ്ഞിരുന്ന ധ്യാൻ ആളാകെ തളർന്നു കണ്ടപ്പോൾ ആരാധകരും സങ്കടത്തിലായി. അച്ഛൻ്റെ അപ്രതീക്ഷിത വിയോഗം താങ്ങാനാകാതെ പൊട്ടിക്കരയുകയായിരുന്നു മകൻ. ജീവിതത്തിൽ അച്ഛനാണ് എൻ്റെ ഹീറോ. ശ്രീനിവാസൻ എന്ന മനുഷ്യൻ എൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയത് പോലെ വേറൊരാൾ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ ധ്യാൻ പറഞ്ഞിരുന്നു. ശ്രീനിവാസിൻ്റെ വിയോഗശേഷം ഇതാദ്യമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ധ്യാൻ. പതിവ് തമാശകളൊന്നുമില്ലാതെയായിരുന്നു ഇത്തവണത്തെ സംസാരം. വേദിയിലേക്ക് വന്ന് തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ. അച്ഛൻ പോയിട്ട് 1.5 മാസത്തോളമേ ആയിട്ടുള്ളൂ. അച്ഛൻ പോയതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയാണിത്. പ്രത്യേകിച്ച് തമാശകളൊന്നും പ്രതീക്ഷിക്കരുത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ ഒരു സുഹൃത്തും സിനിമയിലുള്ള ഒരാളും വീട്ടിലേക്ക് വന്നിരുന്നു. 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ മുന്നിൽ വിളിച്ച് അപമാനിക്കുക എന്നത് അച്ഛൻ്റെ ഒരു ഹോബിയായിരുന്നു. ഞാൻ അതിന് അർഹനുമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഇരുന്ന് കൊടുക്കാറുണ്ട്. തിരിച്ചൊന്നും മറുപടി പറയാറില്ല. നാളെ നീ എന്നെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. ഒരു 1000 രൂപ കിട്ടിയാൽ ആദ്യത്തേതിൽ 600 ഇടണം, രണ്ടാമത്തേതിൽ 200 ഇടണം, മൂന്നാമത്തേതിൽ 100 രൂപയും ഇടണമെന്ന് പറഞ്ഞു. ഇനി എന്ത് എന്ന് പോലും അറിയാത്ത സമയത്താണ് 1000 പോയിട്ട് 50 പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാര്യമാണ്. ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ നിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. രണ്ടാമത്തേത് കൊണ്ട് നിനക്ക് ഈ നാട്ടിലെ നികുതി അടക്കാം. ആ പൈസ കൊണ്ട് കൃത്യമായ ടാക്സ് അടക്കാം. മൂന്നാമത്തെ പൈസ കൊണ്ടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി വരാൻ പോകുന്നത്. മനസ്സറിഞ്ഞ് നീ സന്തോഷിക്കാൻ പോകുന്നത് അത് ഉപയോഗിക്കുമ്പോഴായിരിക്കും. അതാണ് ചാരിറ്റിക്കായി ഉപയോഗിക്കുന്നത്. സമാധാനം വേണ്ടെങ്കിൽ രണ്ടാമത്തേതും കൂടി വേണം. ഈയൊരു അവസരത്തിൽ അദ്ദേഹത്തെ ഓർക്കുന്നു. അച്ഛൻ്റെ പേരിൽ ചെയ്യുന്നൊരു നന്മയാണ് ഇത്. വേദിയിലേക്ക് വന്ന് തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ. അച്ഛൻ പോയിട്ട് 1.5 മാസം കഴിഞ്ഞതേയുള്ളൂ. അസുഖമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ലെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത്. പതിവ് ഡയാലിസിനായി പോകുന്നതിനിടയിലായിരുന്നു അസ്വസ്ഥതകൾ തോന്നിയത്. ആശുപത്രിയിലെത്തിയതും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന വിനീത് വിവരം അറിഞ്ഞ് നേരെ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. ഷൂട്ടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടായിരുന്നു ധ്യാൻ. അമ്മയെയും ചേട്ടനെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു ധ്യാൻ.